കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ വിഷയം 2020-2021 കാലഘട്ടത്തിൽ പല ഗ്രഹങ്ങളും മാറുന്നുണ്ട്, പല ഗ്രഹങ്ങളും വക്രഗതിയിലാവുന്നുണ്ട്, പല ഗ്രഹങ്ങളുടെയും ബലം തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ പലരെയും ഇത് ബാധിക്കുന്നുണ്ട്. 9 ഗ്രഹങ്ങൾ 12 രാശികൾ നിൽക്കുന്നു. ഇത് ഓരോ നക്ഷത്രക്കാരെ ഓരോ ചിത്രത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. എല്ലാവരെയും ഒരുപോലെ ദോഷമായിട്ട് അല്ലെ എല്ലാവർക്കും എന്നും കഷ്ടകാലമായിട്ട് ഒന്നും പറയപ്പെടുന്നില്ല. ഞാനിവിടെ പറയുന്ന പ്രവചനങ്ങൾ പല പുസ്തകങ്ങളും പല പ്രായമുള്ള ആചാര്യന്മാരുടെ അടുത്ത് നിന്നും പഠിച്ച അറിവുകളുടെയൊക്കെ പുറത്താണ്. പല ജ്യോതിഷ ഗ്രന്ഥങ്ങളും പല വ്യക്തികളുടെ ജാതകമൊക്കെ പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞത്. ഇതൊന്നുമില്ലാതെ കണ്ടിട്ട് ജസ്റ്റ് ആരെങ്കിലുമൊക്കെ നല്ല ആചാര്യന്മാർ അഡ്രസ്സുള്ള ആൾക്കാർ വന്ന് പ്രവചിക്കുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി നേരെ അവരുടെ ചാനലിട്ട് യൂട്യൂബിലെ ഇത് കൂട്ടുക, വരുമാനം കൂട്ടുക എന്ന് ചിന്തിച്ചിരിക്കുന്ന അസ്ട്രോളജി എന്ന വാക്ക് അല്ലെ ജ്യോതിഷം എന്ന് എഴുതാൻ പോലും വൃത്തിയായിട്ട് ഇവരുടെ ക്യാപ്ഷൻ നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. അസ്ട്രോളജി എന്ന് വൃത്തിയായിട്ട് അറിയത്ത് പോലും ഇന്ത്യൻ അസ്ട്രോളജി അല്ലെ കേരള അസ്ട്രോളജി എന്ന് എഴുതാൻ പോലും ഇവർക്ക് അറിയില്ല. 9 ഗ്രഹങ്ങളുടെ പേര് ചോദിച്ചവർക്ക് അറിയില്ല. ഈ നാളുകാർ അങ്ങോട്ട് കൊണ്ടുപോയിടുക. ഇപ്പൊ ഇവരുടെ ചാനൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവർക്ക് ഇങ്ങനെയുള്ള ഹൈപ്പ് വിഷയങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഒരു മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ വിഷയം ഇട്ട് കഴിഞ്ഞാൽ, അങ്ങനെ അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആള് വരും. ആള് വന്നു കഴിഞ്ഞാൽ ഒരാളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയണ്ടായോ? ജ്യോതിഷം പഠിച്ചെങ്കിലേ പറയാൻ പറ്റത്തുള്ളൂ. പൊട്ടക്കണന്റെ മാവേലിയറൊന്നുമല്ല. പിന്നെ ജ്യോതിഷം വെക്കാൻ വരുന്ന പലരും പല ആചാര്യന്മാരുടെ അടുത്തും പോയിട്ടുള്ളവരായിരിക്കും, പല ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുള്ളവരായിരിക്കും. ഇവർക്ക് ജ്യോതിഷത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഗ്രാഹ്യം കാണും. ഈ പറയുന്ന ഹൈപ്പ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ഗ്രാഹ്യം ഒന്നുമില്ല. അവർക്ക് അതിന്റെ മനസ്സിലാക്കാൻ കള്ളതാണേ അവരുടെ ചാനൽ പൊട്ടിക്കെട്ടി പോവുകയും ചെയ്യും. ഞങ്ങളൊക്കെ നേരം വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്തു വരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർ നിങ്ങൾ തന്നെ മനസ്സിലാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ ഇടയ്ക്കൊരു കമന്റ് നമ്മുടെ ചാനലിലുണ്ടായി, എന്താ ദക്ഷിണ കിട്ടാത്തതുകൊണ്ടാണോ ഫോണിൽ കൂടെ ഫലം പറയാത്തതെന്ന്. ഒരിക്കലും അല്ല. ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആചാര്യനെ ഒരാളെ നേരിട്ട് പോയി കണ്ട് അയാൾക്കൊരു നമ്മൾ കഷ്ടപ്പെടുന്ന ധനം ദക്ഷിണ അല്ലേ? ആരും കണക്ക് പറയാറില്ല. ഒരു ആചാര്യന്മാരും നല്ല ആചാര്യന്മാരും കണക്ക് പറഞ്ഞ് വിസ മേടിക്കാറില്ല. അപ്പം അത് നമ്മൾ കൊടുത്ത് നമ്മുടെ ഫലം അറിയുന്നത് നേർക്ക് നേരെ മുഖത്തോട് മുഖം നമ്മുടെ സംശയങ്ങളെല്ലാം അവിടെ കൊണ്ട് തീരുക ചെയ്യുന്നത്. അല്ല അശ്വതിയും ഭരണിയും ചേരുവോ അല്ലെ തിരുവാതിരയും രോഹിണിയും ചേരുവോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആവശ്യമില്ലാത്തവരാ. ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് രക്ഷപ്പെടുക എന്നുള്ള അവരുടെ ദൗത്യമാണ് അല്ലേ? അവരുടെ ജീവിതം ഈശ്വരൻ കൊടുത്തേക്കുന്ന ഒരു ജീവിതമാണ്, മനുഷ്യനായിട്ട് ജീവിക്കാൻ അനുവദിച്ചേക്കുന്ന ജീവിതമാണ്. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റുക. ഒരു ദിവസം അതിനായിട്ട് കളയാനില്ലാത്തവർ വേണ്ട. ഒരിക്കലും ദക്ഷിണ ഉദ്ദേശിച്ച ഒരു നല്ല ആചാര്യന്മാരാരും ഇരിക്കാറില്ല. നമ്മളിവിടെ വരുന്ന പലർക്കും സാമ്പത്തിക വിഷയമുണ്ട്, മക്കളെയൊക്കെ വളർത്തി വലിയ നിലയിലാക്കി, മക്കളാരും നോക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പല അമ്മമാർക്കും നമ്മൾ കൊടുത്തിട്ട് ഒരു വലങ്കൈ കൊടുക്കുന്ന ഇടങ്കൈ അറിയാൻ പാടില്ലെന്ന് അങ്ങനെയുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്യാറുണ്ട്. കാരണം നമുക്കും ഉണ്ട് അമ്മയും അച്ഛനും, നമുക്കും കുടുംബവും ഒക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആ ഒരു ആചാര്യനോടും ഈ പറഞ്ഞ പോലെ ദക്ഷിണ കൊടുക്കാതെ കൊണ്ട് ഇപ്പം പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ കാണും ഇത് ജ്യോതിഷ പ്രവചനം ഫോണിലൂടെ. അതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേർക്ക് നേരെ പോയി കണ്ട് കഴിവതും കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. നമുക്ക് നക്ഷത്രങ്ങളിലേക്കൊന്ന് കിടക്കാം. കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം അല്ലേ? കാർത്തിക കീർത്തി കേൾക്കൂ എന്നാണ് പറയുക. പല ഭഗവതിമാരുടെയും നാളായിട്ട് ഒക്കെ പറയുന്നുണ്ട് കാർത്തിക. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇഷ്ടമുള്ള നാളായിട്ടില്ല, സുബ്രഹ്മണ്യ സ്വാമിയുടെ നാളായിട്ടൊക്കെ പറയാറുണ്ട്. പിന്നെ പറയുന്നത് തിരുവാതിര മഹാദേവന്റെ നാളാണ്. മഹാദേവന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ തിരുവാതിര നാൾ വരുന്ന ദിവസം. ഈ ദിവസങ്ങളിലൊക്കെ മഹാദേവനെ ഭജിക്കുന്നതും ശിവക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ, അതുപോലെ ആ ദിവസങ്ങളിൽ ഒരു ദിവസം അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരങ്ങളിൽ ഗോതമ്പിൻ്റെ ആഹാരമൊക്കെ കഴിച്ച് പ്രധാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതും ഏറ്റവും നന്നായിരിക്കും. അടുത്തത് പൂരമാണ് വരുന്നത്. തൃശ്ശൂർ പൂരം എന്നൊക്കെ ഉണ്ടല്ലോ, ഉത്സവങ്ങൾ, പൊടിപൂരം. ഉത്സവങ്ങളൊക്കെ സാമ്പത്തികവും അഭിവൃദ്ധിയും നമ്മുടെ എല്ലാവരും ഒത്തുചേരാനുള്ള അവസ്ഥകളും എല്ലാം പറയുന്ന പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ പൂര നക്ഷത്രക്കാർ ചിങ്ങക്കൂറിപ്പെട്ടവരാ, സിംഹരാശിയാണ്. ഇവർ എല്ലാത്തിനെയും സിംഹമാരാ, കാട്ടിലെ രാജാവ് അല്ലേ എന്ന് പറഞ്ഞ പോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ രാജാവാൻ പറ്റുന്ന ഒരു നാൾ തന്നെയാണ് ഈ പറഞ്ഞ പൂര നക്ഷത്രക്കാരും. അടുത്തത് തിരുവോണ നക്ഷത്രം മഹാവിഷ്ണു ഭഗവാന്റെ നാളാണ്. വിഷ്ണു ഭഗവാൻ എന്തുവാ? സൃഷ്ടി സ്ഥിതി സംഹാരം, സ്ഥിതി ചെയ്യുക, കാലം കഴിഞ്ഞു പോവുക. ഭാവിയുടെയും വർത്തമാനകാലത്തിൻ്റെയൊക്കെ അധിപതിയാണ് മഹാവിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ മഹാവിഷ്ണു ഭഗവാനെയൊക്കെ തിരുവോണക്കാർ ഭജിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കുന്ന ഒരിതാണ്. അടുത്തത് പൊരുട്ടാതിക്കാർക്കും ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ പറയുന്ന ഒരു വർഷം തന്നെയാണ് 2020-2021. ഇവർ വേണ്ട വിധം ഇവരുടെ ഇഷ്ടദേവതയും ധർമ്മദേവതയൊക്കെ ഭജിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന ചക്രവർത്തി യോഗം മാത്രമല്ല വേറെ പല യോഗങ്ങളും അനുഭവത്തിൽ വരുത്തിയെടുക്കാൻ പറ്റും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.
LS, USS തുടങ്ങി UGC സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത.